ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ജംസ്യൂട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ജംസ്യൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ 2 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ചുരിദാറിനും ടോപ്പിനും ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ മെഷർമെൻറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ജംസ്യൂട്ടിൽ നമ്മൾ ആദ്യം ടോപ്പ് പാർട്ടും പിന്നെ ബോട്ടം പാർട്ടുമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറൊക്കെ നമ്മൾ കറക്റ്റായി എടുത്തതിന് ശേഷം ഞാൻ 7 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. 14 ഇഞ്ചായിരുന്നു, അതിൻ്റെ പകുതി 7 ഇഞ്ച്. അതുപോലെ താഴോട്ട് 7 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം വരച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് എടുക്കണം. ഞാനിവിടെ 17 ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പ് അടക്കി 17 ഇഞ്ചാണ് ഞാൻ ടോപ്പ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നെക്ക് ഞാനിവിടെ ഫ്രണ്ട് 7 ഇഞ്ചും വീനെക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബാക്ക് നെക്ക് 3 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നെക്കിൻ്റെ പണി കഴിഞ്ഞു. അപ്പം ആം ഹോൾ നമ്മൾ വരച്ചിട്ടില്ലായിരുന്നു, അത് നമ്മൾക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തണം. 40 ആയിരുന്നു ചെസ്റ്റ്, അപ്പോൾ 10 ഇഞ്ച് എടുത്തു. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് മാർക്ക് ചെയ്തു. ഇനി താഴത്തെ വീതി ഞാൻ ചെസ്റ്റിൻ്റെ അതേ വീതിയാണ് എടുത്തിട്ട് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്കങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കാം. 1 ഇഞ്ചോളം ചെരിച്ചിട്ട് വരക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1 ഇഞ്ച് എടുത്തിട്ട് ചെരിച്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ, ഫ്രണ്ടത്തെ ആം ഹോൾ ഒന്നും കൂടി കുഴിച്ചിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ബോട്ടം ഭാഗം വേറെയും പാൻറ്റ് വേറെയും തന്നെയാണ് കേട്ടോ ഇതിന് കട്ട് ചെയ്തെടുക്കുന്നത്. ഷോൾഡർ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പിൻ്റെ പോർഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ബാക്ക് നെക്കാണ് ഇപ്പം കട്ട് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാം. അതുപോലെ ഫ്രണ്ട് ആം ഹോളും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം പിന്നെയാണ് കുഴിച്ച് വെട്ടുന്നത് കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഒന്നിച്ച് വരും. അതുകൊണ്ട് നമ്മൾ പിന്നെ മാറ്റിയതിന് ശേഷം ഫ്രണ്ടത്തെ വേറെ തന്നെ എടുത്തതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കൊന്ന് ഫ്രണ്ട് ഷോൾഡർ ഇച്ചിരി കൂടി കുഴിച്ചിട്ട് വെട്ടി കൊടുക്കാം. അപ്പോൾ ടോപ്പ് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബോട്ടം പാർട്ട് നോക്കാം. നമ്മൾ സാധാ പലാസോ പാൻറ്റ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യാം, പാൻറ്റ് പാർട്ട് കട്ട് ചെയ്യാം. അത് രണ്ടും ജോയിൻറ്റ് ചെയ്താൽ നമ്മളെ ജംസ്യൂട്ട് റെഡിയാവും. അപ്പോൾ നമ്മൾ വേസ്റ്റ് കറക്റ്റായിട്ട് അളന്നിട്ടുണ്ട്. വേസ്റ്റിൻ്റെ കൂടെ ഒരു 10 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ 1/4 ആണ് ഞാൻ കൗച്ച് ഏരിയ എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാൻറ്റിൻ്റെ കട്ടിങ് എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രൗസർ പാൻറ്റ് എങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ച് ലൂസായിട്ട് നമ്മൾ കൊടുക്കണം എന്നേ ഉള്ളൂ. ഫ്രണ്ട് പാർട്ട് ആദ്യം കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ബാക്ക് പോർഷൻ വേറെ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ ഇതുപോലെ ഒരു 3 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അത്രേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഇതിനേക്കാൾ ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമുക്ക് ബാക്ക് പോർഷനും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അളവിനനുസരിച്ച് നമ്മൾക്ക് വളരെ ഈസിയാണ്. പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്, പെട്ടെന്ന് കഴിയും. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇച്ചിരി ചെരിച്ചിട്ട് വെട്ടി കൊടുക്കണം. 2 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് ഇതുപോലെ ചെരിച്ച് വെട്ടി കൊടുക്കണം. അപ്പോഴേ നമ്മളെ പലാസോ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. ഇന്ന് പലാസോ അടിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പലാസോ കിട്ടും. ഇനി ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞു. ഇനി ബാക്ക് നമുക്ക് വെട്ടി കൊടുക്കാം. 2 ആയിട്ട് തന്നെ വെട്ടണം കേട്ടോ. ഒരേ അളവ് ആവാൻ പാടില്ല. 2 ആയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കറക്റ്റ് ഫ്രണ്ട് പോർഷൻ വെച്ചതിന് ശേഷം അതിൽ നിന്നൊരു 2.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിന് ശേഷം നമ്മൾക്ക് കൗച്ച് ഏരിയ വരച്ചു കൊടുക്കാം. താഴോട്ടേക്ക് നമ്മൾ 2.5 ഇഞ്ച് വേണമെന്നില്ല, 1.5 ഇഞ്ച് വെച്ചിട്ട് എക്സ്ട്രാ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്ര വ്യത്യാസമേ വരുന്നുള്ളൂ ഫ്രണ്ടും ബാക്കും തമ്മിൽ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. നമ്മളെ ബോഡി പോർഷന് ടോപ്പ് പോർഷന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് അതിൻ്റെ നെക്ക് ഷോൾഡർ നമുക്ക്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ക്രോസ് പീസ് എടുത്തിട്ട് നെക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെക്കിന് ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ചടിച്ചു, അതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്തു. ആം ഹോൾ ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ച് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ടോപ്പ് പോർഷൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു, അതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബോട്ടം പോർഷന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷന് വേറെയും ബാക്ക് പോർഷന് രണ്ടും കൂടി വെച്ചിട്ട് സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ആയിരിക്കണം, ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ, മാറിപ്പോകാൻ പാടില്ല. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, കൗച്ച് ഏരിയ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്ത് മടക്കി തയ്ക്കുകയും വേണം കേട്ടോ. ഇനി നമ്മൾ പാൻറ്റിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇത് രണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ബോട്ടം പോർഷനും ടോപ്പ് പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളുടെ ജംപ് സ്യൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പണിയും കൂടിയും ബാക്കിയുള്ളത്, നമുക്ക് ഇതിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനേക്കാൾ ഒരു 10 ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം അവിടെ ഞൊറി പോലെ നിൽക്കും. ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്ത ആ ഭാഗത്ത് കറക്റ്റായിട്ട് രണ്ട് ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പോർഷനും ആ മാർക്ക് ചെയ്ത ഭാഗത്തിലേക്ക് അത്രയും വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവിൽ നമുക്ക് കിട്ടും. രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് എത്തുന്നവരെ ഒരു സൈഡും മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കഴിഞ്ഞു. ഇവിടെ ചെറിയൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്, ഞാൻ ഇതിന് സിബ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബോട്ടും പാൻറ്റും തമ്മിൽ, ടോപ്പ് പോർഷനും പാൻറ്റും തമ്മിൽ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, സിബ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ സിബ് വെക്കാൻ മറന്നുപോയി. അപ്പോൾ അവസാനമാണ് ഞാൻ സിബ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ജംപ് സ്യൂട്ടിന് സിബോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഏരിയ നിർബന്ധമാണ്. എന്താ വെച്ചാൽ നമ്മൾക്ക് മൊത്തത്തിൽ കാണല്ലോ, ഇത് നമ്മൾ ഡ്രസ്സ് മുകൾ ഭാഗത്തിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നെക്കിൻ്റെ ആ പോർഷനൊക്കെ അത്യാവശ്യം വൈഡായിട്ട് വേണം, എങ്കിലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. മൊത്തത്തിലുള്ള കവറിങ് ആയതുകൊണ്ട് തന്നെ സിബ് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ സിബ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ സിബ് ഇതേപോലെ ഇൻവിസിബിളായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫൂട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. സിബിനായിട്ടൊരു ഫൂട്ടുണ്ട്, അത് വെച്ച് തയ്ക്കുമ്പം നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് സിബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വിസിബിൾ അല്ലാത്ത ടൈപ്പാണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജംപ് സ്യൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കറക്റ്റ് ഫിറ്റിങ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ 2 മീറ്റർ വീതിയുള്ള തുണിയാണെങ്കിൽ 2 മീറ്റർ മതി, അല്ലെങ്കിൽ 2.5 മീറ്റർ തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ ജംപ് സ്യൂട്ട് നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.